ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി എന്ന് പറയാം, അല്ലെങ്കിൽ ചോറിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിലും കഴിക്കാനും പറ്റും. എന്തായാലും ചിക്കൻ വെച്ചിട്ടുള്ളൊരു പക്കോടയാണ് കേട്ടോ. അപ്പോൾ കണ്ടുവയ്ക്കാലോ. അപ്പോൾ ഈ ഒരു പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് വലുതാക്കാത്ത തന്നെയാണ് നല്ലത്. ഇനി എല്ലുള്ള പീസ് വളരെ ചെറുതായിട്ട് മുറിച്ചിട്ട് വേണമെങ്കിൽ അതിലും ചെയ്യാം. ആദ്യം ഇതിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിനയില ഉണ്ടെങ്കിൽ ഒരു 1-2 ഇല ഇട്ട് കൊടുക്കുക കേട്ടോ, കൂടുതലൊന്നും വേണ്ട. കൂടുതലായി കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്നാവില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് കറക്കിയെടുക്കുക. ഒരുപാട് അരിഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നങ്ങ് ഒതുക്കിയെടുത്തിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ നല്ലൊരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എരിവിന് നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം കുറച്ച് ഗരം മസാലപ്പൊടി ആയാലും മതി കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പകരം ചെറുനാരങ്ങ നീരായാലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പക്കോടയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി കായപ്പൊടിയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുൻപായിട്ട് പുറത്തെടുത്തിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അരിപ്പൊടി, അപ്പത്തിൻ്റെയും പത്തിരിയുടെ ഒക്കെ പൊടി ഉണ്ടല്ലോ, ആ പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്, എഗ് വൈറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ശരിക്കും ഈ ഒരു ചിക്കനിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കാനുള്ള ഒരു മൈദയും നമ്മളെ കടലമാവും ഉണ്ടാവണം കേട്ടോ. അപ്പോഴാണ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു പക്കോടയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും ഒരു ചിക്കൻ ഫ്രൈ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കണേ. മിക്സാക്കുന്ന സമയത്ത് മൈദയിലേക്കും ഇതിലേക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക നോക്കിയിട്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നോക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കോരിയിടാൻ വേണ്ടി പറ്റണം. എന്നാൽ തന്നെ കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പൊടി കുറവാണെങ്കിൽ ഒരു ഇത്തിരിയുടെ കടലമാവാട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ മല്ലിയില ചെറുതായി മുറിച്ചതും കറിവേപ്പില ചെറുതായി മുറിച്ചതും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫ്ലേവറും ടേസ്റ്റൊക്കെ കൂടുതലുണ്ടാവും. നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുകൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഓയിൽ ചൂടായി വരുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം തിരിച്ചു മറിച്ചു വിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും. ചിക്കൻ ഇതുപോലെ അത്യാവശ്യമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് വേണമെങ്കിൽ ഒരു ഇത്തിരി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ആ ഒരു ടേസ്റ്റ് ഫ്ലേവറിന് വേണമെങ്കിൽ കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കണേ. മുഴുവനോടെ ഇട്ട് കൊടുത്താൽ പൊട്ടിത്തെറിക്കുന്ന പ്രശ്നം ഉണ്ടാവട്ടെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് നല്ല ഉഷാറായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ക്രിസ്പി ആക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ ഒരു പക്കോടയുടെ ടേസ്റ്റ് എന്നാൽ വെന്തിട്ടും ഉണ്ടാവണം. ആ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നല്ല മഴയുള്ള ദിവസങ്ങളിലൊക്കെ സിമ്പിളായിട്ട് ചൂടോടുകൂടി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വേണമെങ്കിൽ ചോറിൻ്റെ ഒക്കെ സൈഡായിട്ടും കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പക്കോട ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പൈസി പക്കോട. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്